എടാ ഉറൂസിനാരാ വന്നത്, ആര് പോയി ഇവിടെ എന്ത് ചെയ്തു എന്ന മഹാനവർ കാണും. നിങ്ങൾ കാണുന്നില്ല, അവർ കാണും. നിങ്ങൾക്ക് കാണാൻ വായിച്ച നമുക്കില്ലല്ലോ. മാനമുള്ള മോമിനിങ്ങളെ സൂക്ഷിക്കണം കേട്ടോ. ഇന്നെന്താണ് പല നിരക്കുള്ള എന്താണ് തെരീക്കത്ത് വന്നിറങ്ങിയ കാലമാണ്. അജ്മീർ നൂർ എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. മക്കളെ, അജ്മീറും അവരുമായിട്ട് എന്ത് ബന്ധമുള്ളത്? എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത്? ആളെ നോക്കണ്ടേ? ഏതെല്ലോ കൊണ്ടാന്ന് ഇവിടെ വെച്ചാൽ ഈ മഹാനവർ തൃപ്പതിപ്പെടുവോ? ആലോചിക്കുക. ഒരു കാര്യം ചെയ്യുമ്പോൾ അള്ളാഹ് തൃപ്പതി, റസൂലിന് തൃപ്പതി ഉണ്ടോ എന്ന് നോക്കണേ. ഹറാമേത്, ഹലാലേത്, കറാത്തേത്, സുന്നത്തേത് എല്ലാം അറിയണം. ഹറാമിനെ ഹലാലാക്കാൻ പോയാൽ തീർച്ചയായും നരകം തന്നെയാണ്. സംശയത്തിന് വിചാരിക്കും വേണ്ടതില്ല. പ്രിയമുള്ളവരെ, ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഇദ്ദേഹം കാസർഗോഡ് മംഗലാപുരം ഭാഗത്ത് AP വിഭാഗത്തിൻ്റെ സമുന്നതനായ നേതാവും സയ്യിദുമാണ്. കൂറത്തങ്ങൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം കഴിഞ്ഞ ആഴ്ചയിൽ മംഗലാപുരത്ത് കുറുവായനക്കര എന്ന് പറയുന്ന മക്കാമിൽ നടന്നിട്ടുള്ള ഉറൂസുമായി ബന്ധപ്പെട്ട് 4-5 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയായിരുന്നു. വിഭാഗത്തിൽപ്പെട്ട APK വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാരൊക്കെ പരിപാടിയിൽ പങ്കെടുത്ത് സംയുക്തമായി നടക്കുന്ന ഒരു ഉറൂസാണ്. ആ ഉറൂസിൽ നമ്മുടെ പ്രിയപ്പെട്ട വലിയുദ്ദീൻ ഫൈലി നടത്തുന്ന നൂറെ അജ്മീർ എന്ന് പറയുന്ന മഹത്തായ മജ്ലിസ് നടക്കുകയുണ്ടായി. ആ മജ്ലിസ് നടന്ന പിറ്റേ ദിവസം അവിടുത്തെ ഈ സയ്യിദ് അവർകൾ അവിടുത്തെ പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. അദ്ദേഹം വളരെ വിമർശനത്തോടു കൂടി, വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം ഉണ്ടായിട്ടുള്ളത്. ഈ ആത്മീയ മജ്ലിസുകൾ പൊതുവിലും അദ്ദേഹം ഇത്തരം മജ്ലിസുകളെ എതിർക്കുന്നൊരു ആളും കൂടിയാണ്. ഈ മജ്ലിസുകൾ അതിൻ്റെ 2 വശങ്ങളുണ്ട്. പ്രത്യേകിച്ചും കൊറോണ കാലങ്ങളിൽ ഒരുപാട് ഓൺലൈൻ മജ്ലിസുകൾ നമ്മുടെയൊക്കെ യൂട്യൂബിലും മറ്റൊക്കെ സജീവമായിരുന്നു. അതിൽ പലതും പല നിലക്കുമുള്ള ആത്മീയമായ തട്ടിപ്പും വെട്ടിപ്പും നടത്തി പിടിക്കപ്പെടുന്ന വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ആത്മാർത്ഥമായി ഒരുപാട് ആളുകൾക്ക്, പ്രത്യേകിച്ചും സ്ത്രീ സമൂഹങ്ങൾക്കിടയിൽ വലിയ പ്രചാരം നേടിയ ഒരു മഹത്തായ മജ്ലിസാണ് നൂറെ അജ്മീർ എന്ന മജ്ലിസ്. ഒരുപാട് ആളുകൾക്ക് ആ മജ്ലിസിൻ്റെ മഹത്വവും അതിൻ്റെ ഫലവും അനുഭവിക്കുന്ന വാർത്തകൾ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ മഹത്തായ പരിപാടിയെ അദ്ദേഹം വളരെ മോശമായ രീതിയിൽ കള്ളത്തൊരീക്കത്ത് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വീഡിയോയാണ് നമ്മൾ കണ്ടത്. ഔലിയാക്കന്മാർ, നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ ഈ ഉറൂസ് എല്ലാം നടത്തി വിചാരിച്ച് നിങ്ങൾ സ്വീകരിച്ചപ്പം വിചാരിച്ച് നടക്കൂല മക്കളെ, നടക്കൂല. കുറേ അജ്മീർ നൂറ്, എന്തെല്ലാം നൂറാണ് ഇവിടെ വന്നത്. എന്ത് നൂറാണ്? അജ്മീറും തങ്ങളും എന്താ ഇവർക്ക് ബന്ധമുള്ളത്? കള്ളത്തൊരീക്കത്തെല്ലാം വന്നിരിക്കുന്നു. അതിൻ്റെ പേരല്ല നിങ്ങൾ ഈ ഉറൂസിനെ ഇവിടെ കൊണ്ടുവന്ന് പ്രവർത്തിച്ച ആന ഉത്തരവാദിത്വം? നിങ്ങൾ നാളെ മറുപടി പറയണ്ടേ? നോക്കൂ, വലിയൊരു അപരാധം പോലെ ഈ മഹത്തായ മജ്ലിസ് അവിടെ സംഘടിപ്പിച്ചത് വലിയ അപരാധം പോലെയാണ് തങ്ങളവറുകൾ ചിത്രീകരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ പിന്നിലെ കാരണമെന്ന് അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകുന്നത്. അതിൻ്റെ കാരണം സയ്യിദ് അവർകൾ തന്നെ പറയുന്നുണ്ട്. നമ്മളൊന്ന് കേൾക്കാം. കാളിയിരിക്കെ നിങ്ങൾ കൊശി പോലെ പോയാൽ എവിടെ നിങ്ങൾ രക്ഷപ്പെടാം എന്ന് പറഞ്ഞ് മാനമുള്ള മോമിനീങ്ങളെ കാളി ബയ്യത്ത് ചെയ്ത് കഴിഞ്ഞാൽ ആ കാളിയോട് എല്ലാം ചോദിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ കുറ്റക്കാരാണ് പറഞ്ഞു. നിങ്ങൾ ഏത് സംഗതി, നിങ്ങൾ ഒരു നോട്ടീസ് നിങ്ങൾ ഒരു റൂൾസ് നടക്കുമ്പോൾ നിങ്ങൾ ആരെ കൊണ്ടുവന്നു, ആരെ കൊണ്ടുവന്നില്ല എന്ന് കാളിയോട് ചോദിക്കണേ. ഇല്ലെങ്കിൽ നിങ്ങളും കുറ്റക്കാരാണ്. ഇൻഷാ അല്ലാഹ് ആ മഹ്ശറിൽ വെച്ച് ഞാൻ പിടിക്കും. യാതൊരു സംശയം നിങ്ങൾക്ക് വേണ്ട. കൊശിക്കുള്ളതല്ല. ഈ കിടക്കുന്ന ഔലിയാക്കന്മാർ നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ ഈ ഉറൂസ് എല്ലാം നടത്തി വിചാരിച്ച് നിങ്ങൾ സ്വീകരിച്ചപ്പം വിചാരിച്ച് നടക്കൂല മക്കളെ, നടക്കും. തങ്ങൾ പറയുന്നത് അദ്ദേഹം അവിടുത്തെ ഖാളിയാണ്, അദ്ദേഹം അറിയാതെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചു എന്നാണ്. അതെങ്ങനെയാണ്? അവിടെ വർഷങ്ങളായി സംയുക്തമായി എല്ലാ വിഭാഗത്തിൻ്റെ ആളുകളെയും പങ്കെടുപ്പിച്ച് നടത്തുന്നൊരു പരിപാടി. ഇനി ഈ ഉറൂസിൽ തന്നെ പിറ്റേ ദിവസം ഒരു ഫൈലിയാണ് അവിടെ പ്രസംഗിക്കാൻ വരുന്നത്. അപ്പം നേരത്തെ തന്നെ ഇതൊക്കെ തീരുമാനിച്ച് വെച്ച പരിപാടി ഇദ്ദേഹം വന്നു,
അദ്ദേഹത്തിൻ്റെ മജ്‌ലിസ് വളരെ ഭംഗിയായി നിർവഹിച്ചു. ആ ഭാഗത്തുള്ള ഒരുപാട് മോമിനിയങ്ങൾ പങ്കെടുത്ത നൂറെ അജ്മീർ മജ്‌ലിസ് വളരെ ഭംഗിയായാണ് തുടങ്ങിയതും അവസാനിച്ചതും. സയ്യിദ് അവറുകൾ പറയുന്നത് താൻ അറിയില്ല എന്നാണ് ഇദ്ദേഹത്തെ പങ്കെടുപ്പിച്ചതും. ഇങ്ങനെയുള്ള പരിപാടികളെ സംഘടിപ്പിക്കുമ്പോൾ തന്നെ അറിയിക്കണം എന്നൊക്കെയുള്ള രീതിയിലാണ്. സത്യത്തിൽ അതാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചതെങ്കിലും അതിൻ്റെ കാരണം മറ്റൊന്നാണ്. ഈ മഹത്തായ മജ്‌ലിസ് ശ്രദ്ധിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും അറിയാം. വലീദ് ഫൈലിയുടെ നൂറെ അജ്മീർ ഒരുപാട് ദിക്റുകൾ കൊണ്ട് തുടങ്ങി അവസാന ഭാഗത്ത് ഒരുപാട് ആളുകളുടെ മഹാന്മാരുടെ മഹത്തുക്കളുടെ പേരിൽ ഫാത്തിഹ ഹദിയ ചെയ്ത് ദുആ ചെയ്യുകയാണ് ഉണ്ടാവല്. അങ്ങനെ അദ്ദേഹം നിരന്തരമായി എന്നും ചെയ്യുന്നത് പോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലും മറ്റു അമ്പിയാക്കളും ഔലിയാക്കളുടെ പേരിലൊക്കെ ഫാത്തിഹകൾ ഓതി അവസാനം ഈ അടുത്ത് മരണപ്പെട്ടു പോയ അദ്ദേഹത്തിൻ്റെ ഉസ്താദന്മാരടക്കമുള്ള അദ്ദേഹം വളർന്ന് വന്ന പ്രസ്ഥാനത്തിൽപ്പെട്ടതായ ആളുകളും അല്ലാത്തതുമായ അവരുടെ മശായിഖന്മാരായ ഉസ്താദന്മാരെ അദ്ദേഹം എല്ലാ മജ്‌ലിസിലും അങ്ങനെയാണ്. പ്രത്യേകിച്ചൊരു മാറ്റം വരുത്താനില്ല. അദ്ദേഹത്തിൻ്റെ ഏത് മജ്‌ലിസ് എടുത്ത് പരിശോധിച്ചാലും അങ്ങനെ കാണാൻ പറ്റും. അദ്ദേഹം ഫാത്തിഹ ഓതിയാണ് അവസാനം ദുആ ചെയ്യാറുള്ളത്. ഇനിയുള്ളത് മഹാന്മാരായ ഖുത്ബുസ്സമാൻ മമ്പറം സയ്യിദ് അലവി തങ്ങൾ ഖദ്ദസല്ലാഹു തആല സിറഉൽ അസീസ്, അതുപോലെ തന്നെ മമ്പറം തങ്ങളുടെ മശായിഖന്മാർ, അവിടുത്തെ ഉസ്താദുമാർ, അവിടുത്തെ മുഹിബ്ബീങ്ങൾ മുരീദുമാർ ഖലീഫമാർ, അതുപോലെ തന്നെ മമ്പറം തങ്ങളുടെ ജീവിതകാലത്തും അവിടുത്തെ വഫാത്തിന് ശേഷവും മഹാനവറുകളെ സിയാറത്ത് ചെയ്ത ആയിരക്കണക്കായ സ്വാലിഹീങ്ങൾ ഖദ്ദസല്ലാഹു അസ്റാറഹും, അതുപോലെ തന്നെ മഹാന്മാരായ ഉള്ളാളം ദർഗാ ഷരീഫിൽ അന്തി ഉറങ്ങുന്ന ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസം മഹാനാകുന്ന ഖുത്ബുസ്സമാൻ സയ്യിദ് മദനി തങ്ങൾ ഖദ്ദസല്ലാഹു തആല സിറഉൽ അസീസ്, അതുപോലെ തന്നെ സയ്യിദ് മദനി തങ്ങളുടെ ചാരത്ത് അന്തി ഉറങ്ങുന്ന നിരവധി മഹാന്മാർ മഹദിമാർ, അതുപോലെ തന്നെ മഹാനായ സയ്യിദ് മദനി തങ്ങളുടെ മാതാപിതാക്കന്മാര്, അവിടുത്തെ മശായിഖന്മാർ ഉസ്താദുമാര്, അവിടുത്തെ മുഹിബ്ബീങ്ങൾ മുരീദുമാർ ഖലീഫമാര് ഖദ്ദസല്ലാഹു അസ്റാറഹും എല്ലാവരുടെയും തിരുഹളറത്തിലേക്ക്, അതുപോലെ തന്നെ വായക്കാട്ടിന്റെ മണ്ണിൽ അന്തി ഉറങ്ങുന്ന ജീവിതത്തിൽ ഒരു ഖറാത്ത് പോലും ചെയ്യാതെ ജീവിച്ച് മൺമറഞ്ഞു പോയ ഉസ്താദുൽ അസാതിദ് ശൈഖുനാ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു തആല സിറഉൽ അസീസ്, അതുപോലെ തന്നെ കണ്ണിയത്ത് ഉസ്താദിന്റെ ചാരത്ത് അന്തി ഉറങ്ങുന്ന നിരവധി മഹാന്മാർ മഹദിമാർ ഖദ്ദസല്ലാഹു അസ്റാറഹും, അതുപോലെ തന്നെ കോഴിക്കോട് ഇടിയങ്ങര ശൈഖ് പള്ളിയിൽ മറവിട്ട് കിടക്കുന്ന മഹാനാകുന്ന ഇടിയങ്ങര ശൈഖ് ഖദ്ദസല്ലാഹു തആല സിറഉൽ അസീസ്, അതുപോലെ തന്നെ വരക്കൽ മഖാമിൽ അന്തി ഉറങ്ങുന്ന മഹാന്മാരായ വരക്കൽ തങ്ങന്മാര് ഖദ്ദസല്ലാഹു അസ്റാറഹും, അതുപോലെ തന്നെ വരക്കൽ തങ്ങന്മാരുടെ ചാരത്ത് അന്തി ഉറങ്ങുന്ന ഉസ്താദുൽ അസാതിദ് ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു തആല സിറഉൽ അസീസ്, അതുപോലെ തന്നെ മഹാന്മാരായ സയ്യിദ് പാപ്പക്കോയ തങ്ങളെ ദുറൂസിക്കുമ്പോൾ ഖദ്ദസല്ലാഹു തആല സിറഉൽ അസീസ്, അതുപോലെ തന്നെ അവരുടെ മകനായ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളെ ദുറൂസിക്കുമ്പോൾ ഖദ്ദസല്ലാഹു തആല സിറഉൽ അസീസ്, അതുപോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗത്തിലും അന്തി ഉറങ്ങുന്ന നിരവധി മഹാന്മാരായ സയ്യിദന്മാർ ഖദ്ദസല്ലാഹു അസ്റാറഹും, അതുപോലെ തന്നെ നമ്മുടെ ഈ വിശുദ്ധമായ പള്ളിയുടെ പരിസരത്ത് അന്തി ഉറങ്ങുന്ന മഹാന്മാരായ അല്ലാഹുവിന്റെ ആരിഫീങ്ങളായ ഔലിയാക്കന്മാർ ഖദ്ദസല്ലാഹു അസ്റാറഹും, അതുപോലെ തന്നെ ഇവരുടെ മശായിഖന്മാർ ഉസ്താദുമാരും ഇവരുടെ മുഹിബ്ബീങ്ങളും മുരീദുമാരും ഇവരുടെയൊക്കെ ജീവിതകാലത്തും വഫാത്തിന് ശേഷവും ഇവരെ സിയാറത്ത് ചെയ്ത ആയിരക്കണക്കായ മഹത്തുക്കളായ സ്വാലിഹീങ്ങളും ഖദ്ദസല്ലാഹു അസ്റാറഹും എല്ലാവരുടെയും തിരുഹളറത്തിലേക്ക്, അതുപോലെ തന്നെ മടവൂർ ദർഗാ ഷരീഫിൽ അന്തി ഉറങ്ങുന്ന ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസം മഹാനാകുന്ന ഖുത്ബുൽ ആലം ശൈഖുനാ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു തആല സിറഉൽ അസീസ്, അതുപോലെ തന്നെ മഹാന്മാരായ സിയം വലിയുല്ലാഹി തങ്ങളുടെ മാതാപിതാക്കന്മാരും അവിടുത്തെ മശായിഖന്മാർ ഉസ്താദുമാരും അവിടുത്തെ മുഹിബ്ബീങ്ങൾ മുരീദുമാർ ഖലീഫമാരും, അതുപോലെ തന്നെ സിയം വലിയുല്ലാഹി തങ്ങളുടെ ജീവിതകാലത്തും അവിടുത്തെ വഫാത്തിന് ശേഷവും മഹാനവറുകളെ സിയാറത്ത് ചെയ്ത ആയിരക്കണക്കായ സ്വാലിഹീങ്ങളും ഖദ്ദസല്ലാഹു അസ്റാറഹും, അതുപോലെ തന്നെ മഹാന്മാരായ ശൈഖുനാ പൊന്മള ഫരീദ് ഉസ്താദ്, ശൈഖുനാ കാളമ്പാടി ഉസ്താദ്,
ഷെയ്ഖുന AP കുമരമ്പത്തൂർ ഉസ്താദ്, ഷെയ്ഖുന എരമംഗലം ഉസ്താദ് ഖദ്ദസല്ലാഹു അസ്റാറുഹും, അതുപോലെ തന്നെ നമ്മുടെ മദ്രസകളിലും വിശുദ്ധമായ ദർസുകളിലെ കോളേജുകളിലും വിശുദ്ധമായ വഅളിന്റെ സദസ്സുകളിലും നമുക്ക് ഇൽമ പഠിപ്പിച്ചു തന്ന ഉസ്താദുമാരിൽ നിന്നും പലരും ഇന്നാറടി മണ്ണിലാണല്ലോ. എല്ലാവരുടെയും തിരുഹളറത്തിൽ വലീദ്ദീൻ ഫൈലിയുടെ ഈ നൂറെ അജ്മീറിൻ്റെ ഒരു പ്രത്യേകത ഇങ്ങനെയാണ്. അദ്ദേഹം എവിടെയും എപ്പോഴും ഈ പരിപാടി നടത്തുമ്പോൾ അവസാനത്തിൽ ഈ പറയുന്ന റൂട്ടിലാണ് ഫാത്തിഹ ഓതാറുള്ളത്. ഇതിലെവിടെയും പ്രത്യേക വിഭാഗത്തിൻ്റെത് എന്ന് പറയാനില്ല. അദ്ദേഹത്തിൻ്റെ ഉസ്താദും അവരുടെ ഉസ്താദന്മാരുടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രീതിയിലാണ് അദ്ദേഹം ഫാത്തിഹ ഓതാറുള്ളത്. ഈ ഫാത്തിഹ ഓതിയത് AP ഭാഗത്തിലെ അല്ലെങ്കിൽ തങ്ങളുടെ ഉസ്താദന്മാരായ ആളുകളുടെ പേരിൽ ഫാത്തിഹ ഓതിയില്ല എന്ന വലിയൊരു അപരാധം ചെയ്തു എന്ന പേരിൽ അദ്ദേഹത്തെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിക്കുകയോ മറ്റോ ചെയ്തു. അദ്ദേഹം അതിൻ്റെ പേരിലാണ് സത്യത്തിൽ ഈ മഹത്തായ മജ്ലിസിനെ വലിയ വിമർശനത്തോടു കൂടി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവിടെ പരാമർശിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇവിടെ എല്ലാ വിഭാഗം ആളുകളും അവരുടേതായ സംസാരങ്ങൾ അവിടെ നടത്താറുണ്ട്. അവരുടെ പരിപാടികൾ വർഷങ്ങളോളം സംയുക്തമായി നടക്കുന്ന പരിപാടിയാണ്. അവിടെ പ്രത്യേക സംഘടന എന്ന നിലക്കല്ല, അവിടെ എല്ലാ വിഭാഗത്തെ ഉൾപ്പെടുത്തി അവരുടേതായ എല്ലാ വിഷയങ്ങളും സംസാരിക്കാറുണ്ട്. ഈ മഹത്തായ മജ്ലിസിൻ്റെ ഒരു പ്രത്യേകത ഇങ്ങനെയാണ്. അദ്ദേഹം എപ്പോഴും എവിടെയും ഇതുപോലെയാണ് ഫാത്തിഹ ഓതാറുള്ളത്. അത് അദ്ദേഹത്തിന് ദഹിച്ചില്ല എന്നതാണ് സത്യത്തിൽ ആ ഒരു വലിയ വിമർശനത്തിന് കാരണമായി അദ്ദേഹം എടുത്തിട്ടുള്ളത് എന്നാണ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.